ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. സീഡ്സ് ഓഫ് ഹോപ്പ്. സയൻറ്റിഫിക് കൺസെൻറ്റ് മസ്റ്റ് ഡിക്റ്റേറ്റ് പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ടു ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ട ന്യൂസാണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റാർഡ് സീഡുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ഇത് അവൈലബിൾ ആക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം എന്തിനാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് കൊണ്ടുവരുന്നതിൻ്റെ റെലവൻസ്? ഇന്ത്യ ആസ് എ കൺട്രി ഒരു നെറ്റ് ഇമ്പോർട്ടറാണ്. എന്തിൻ്റെ? ഓയിൽസിൻ്റെ, എഡിബിൾ ഓയിലിൻ്റെ നെറ്റ് ഇമ്പോർട്ടറാണ് ഇന്ത്യ. ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്ഷാമം തീർക്കാനും സെൽഫ് റിലയൻ്റ് ആവാനും എന്തിനേ പറ്റുള്ളൂ? ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആണ് പറ്റുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാറ്റഗറിയിൽ അത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള റിസൈലൻ്റ് ആയിട്ടുള്ള സീഡ്സാണ് നല്ലത്. അപ്പോൾ അതിനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതുപോലെ മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ചലഞ്ചസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഡിറ്റോറിയൽ ഇന്ന് പറയുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ധാര മസ്റ്റർഡ് ഹൈബ്രിഡ് 11 എന്നാണ്. DMH11 എന്നാണ് ഈ പറഞ്ഞ മസ്റ്റർഡ് സീഡിൻ്റെ പേര്. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ബീയിങ് ഇൻ ലിംബോ ദർ ഇസ് എ സർജ് ഓഫ് ഒപ്റ്റിമിസം അറൌണ്ട് DMH11 or ധാര മസ്റ്റർഡ് ഹൈബ്രിഡ് 11, a variety developed using genetic engineering techniques by Indian scientists and public funds. The Genetic Engineering Appraisal Committee, the apex regulator and an arm of Environment Ministry, last week cleared the variety for environmental release. അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം DMH11 എന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റർഡ് സീഡ് എൻവയോൺമെൻറ്റൽ റിലീസിന് വേണ്ടി ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ക്ലിയറൻസ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞ ഇന്ത്യയുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് മുമ്പോട്ട് പോകുന്നത്. ഈ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് ഏത് രീതിയിലും ഒരു ഹസാർഡായി മാറാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർത്ത് വെക്കാനുള്ളത്, ഏത് ബോഡിയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിന് അപ്രൂവൽ കൊടുക്കുന്നത് എന്നതാണ്. ഏതാണ് ബോഡി? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആണ് ഏതിന് അപ്രൂവൽ കൊടുക്കുന്നത്? ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിന് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഡിസ്പൈറ്റ് ഹാവിങ് വെറൈറ്റീസ് ഓഫ് മസ്റ്റർഡ്, ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി എ നെറ്റ് ഓയിൽ ഇമ്പോർട്ടഡ് ഡ്യൂ ടു പൂർ ഈൽഡ്സ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തീരെ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത വെറൈറ്റീസ് ഓഫ് സീഡ്സ് കാരണം ഇപ്പോഴും ഇന്ത്യ എന്താണ്? എഡിബിൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതായത് ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഉക്രൈൻ വാറൊക്കെ ഈ പറഞ്ഞ ക്രൈസിസിനെ കൂട്ടിയിട്ടേ ഉള്ളൂ. ഡിസ്പൈറ്റ് ഡിക്കേഡ് long trials, mustard hybrids have not been made into Indian farmers because of activists opposed to genetic modification technology in principle, and some farmer groups believe that to be dangerous. അപ്പോൾ രണ്ട് കാരണങ്ങളാണ് ഇത് റോൾ ഔട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരുപാട് വർഷത്തെ ട്രയൽ. രണ്ട്, ഈ പറഞ്ഞ മസ്റ്റർഡ് ഹൈബ്രിഡ്സ് ചില ഫാമേഴ്സ് എന്താണ് ഈ പറഞ്ഞ അവൈലബിൾ ആയിരിക്കില്ല ഫാമേഴ്സിന്. എന്തുകൊണ്ടാണ്? ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇത് ഡേഞ്ചറസ് ആണെന്നാണ്. ഇത് എന്താ പറയുക, എൻവയോൺമെൻറ്റിന് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില ഫാമേഴ്സ് വിചാരിക്കുന്നത് ഇത് അവർക്ക് ഡേഞ്ചറസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ലാക്ക് ഓഫ് നോളജ്, ലാക്ക് ഓഫ് അവയർനെസ് അതും ഈ പറഞ്ഞ കാര്യമായിട്ട് പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഒരുപാട് വർഷത്തെ റിസർച്ച് എടുക്കും. അതുപോലെ തന്നെ എൻവയോൺമെൻ്റലി ക്ലിയർ ചെയ്താൽ തന്നെ ഈ പറഞ്ഞ ആക്ടിവിസ്റ്റുകൾ അതിനെ ഓപ്പോസ് ചെയ്യുമെന്ന് പറയുന്നു. ഇതിലൊരു പ്രീവിയസ് ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി BT ബ്രിഞ്ചാളിനെ, ഈ ഒരു ഫുഡ് ക്രോപ്പിനെ, BT ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞൊരു ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പിനെ ഈ പറഞ്ഞ റോൾ ഔട്ട് ചെയ്യാനുള്ള ക്ലിയറൻസ് കൊടുത്തിട്ടും അതിന് ലാർജ് സ്കെയിൽ ഓപ്പോസിഷനാണ് ഈ പറഞ്ഞ ആക്ടിവിസ്റ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നു. DMH11 alone may not be a penny for India's edible oil crisis, and rather represents a platform technology that requires seed companies to invest and develop their own hybrids. അപ്പോൾ DMH11 എന്ന് പറഞ്ഞ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റർഡ് സീഡ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ല. പക്ഷേ ഇതൊരു പ്ലാറ്റ്ഫോമായി കണക്കാക്കി വളരെ സയൻറ്റിഫിക് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് ഈ പറയുന്ന ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ സീഡ് കമ്പനീസൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അവരുടെ ഹൈബ്രിഡ്സിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നു. ടു സിഗ്നൽ ട്രാൻസ്ഫോർമേഷൻ ദ ഗവൺമെൻറ് മസ്റ്റ് സെക്കൻഡ് ദ അപ്രൂവൽ ബൈ GEAC ആൻഡ് റീസ്റ്റോർ ദ സിസ്റ്റം വെയർ ബൈ സയൻറ്റിഫിക് കൺസെൻറ്റ് റാദർ ദാൻ പൊളിറ്റിക്കൽ കൺസിഡറേഷൻ ഡിറ്റർമിൻസ് ദ അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്ട്സ് ടു ഫാമേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്? സയൻറ്റിഫിക് ആയിട്ടുള്ള കൺസെൻറ്റാണ് ആവശ്യം, പൊളിറ്റിക്കൽ കൺസിഡറേഷൻ അല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോങ് ടേം ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനും പ്രൊഡക്ട്സിനെ അവൈലബിൾ ആക്കുന്നത് എന്ത് രീതിയിലായിരിക്കണം? സയൻറ്റിഫിക് ആയിട്ടുള്ള ഇവാലുവേഷൻ കഴിഞ്ഞിട്ടായിരിക്കണം, അല്ലാതെ പൊളിറ്റിക്കൽ കൺസിഡറേഷനായിട്ട് പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ബേസിക്കലി ഈ സീഡ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഡീൽ ചെയ്യുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ഈയിടെ അപ്രൂവൽ കൊടുത്ത DMH11 എന്ന ധാര മസ്റ്റർഡ് ഹൈബ്രിഡ് 11 എന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റർഡിനെ കുറിച്ചാണ്. എഡിബിൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്ന രീതിയിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ നമുക്കിങ്ങനെയുള്ള ഹൈലി
ഹീൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആവശ്യമാണ്. അതുപോലെ ഇത് ഫാമേഴ്സിനും കൺസ്യൂമേഴ്സിനും അവൈലബിൾ ആക്കാൻ വേണ്ടി ഈ ചലഞ്ചസ് മറികടന്ന്, ആക്ടിവിസ്റ്റിൻ്റെ ഓപ്പോസിഷൻ മറികടന്ന് നമുക്ക് നല്ലതാണെന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള കൺസെൻ്റ് ഉള്ള, റാഷണലുള്ള പ്രോഡക്ട്സ് ഫാമേഴ്സിനും കൺസ്യൂമേഴ്സിനും അവൈലബിൾ ആക്കേണ്ടതാണ്. അതിൽ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് പാടില്ല. സയൻറ്റിഫിക് ആയിട്ടുള്ള കൺസെൻ്റാണ് വേണ്ടത്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഇവാലുവേഷനാണ് വേണ്ടത് എന്ന് ആണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ് പറയുന്നത്.